Hi students, welcome to Learning. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫൗണ്ടേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫൗണ്ടേഷൻ? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ലോവർ മോസ്റ്റ് കമ്പോണൻ്റ് ആണ്. ഓക്കെ, ഒരു ബിൽഡിങ്ങിൻ്റെ ലോവർ മോസ്റ്റ് കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയാം. ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ സ്ട്രക്ചറിലുള്ള ലോഡിനെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, സൂപ്പർ സ്ട്രക്ചറിലുള്ള ലോഡിനെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ഒരു ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോയിൽ ബിലോ ദ ഫൂട്ടിംഗ് ഓഫ് ഫൗണ്ടേഷൻ. അപ്പം നമ്മൾ സോയിൽ ബിലോ ദ ഫൂട്ടിംഗ് ഓഫ് ഫൗണ്ടേഷൻ എന്താണ് പറയുക? ഫൗണ്ടേഷൻ സോയിൽ ഒരു സബ് സോയിൽ എന്നാണ് പറയുക. ഓക്കെ, ഫൗണ്ടേഷൻ സോയിൽ അല്ലെങ്കിൽ സബ് സോയിൽ എന്നാണ് പറയുക. ഇനി എന്താണ് ഫൂട്ടിംഗ്? അതായത് ഒരു ഫൗണ്ടേഷൻ്റെ ലോഡ്, അതായത് ഒരു ഫൗണ്ടേഷനിലെ ലോഡ് സബ് സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ ഫൂട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു ഫൗണ്ടേഷനിൽ നിന്ന് ലോഡ് സബ് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫൗണ്ടേഷൻ്റെ പോർഷനെയാണ് നമ്മൾ ഫൂട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലോഡ് സൂപ്പർ സ്ട്രക്ചറിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പർ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, സ്ലൈഡിങ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഫെയിലുവറിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റെബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ലെവൽ സർഫസ്, കൺസ്ട്രക്ഷന് വേണ്ട ഒരു ലെവൽ സർഫസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഫൗണ്ടേഷൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഫെയിലുവർ ഓഫ് ഫൗണ്ടേഷൻ ഫെയിലുവർ എങ്ങനെയൊക്കെ വരാം? അതിലൊന്ന് ബിയറിംഗ് കപ്പാസിറ്റി ഫെയിലർ ഉണ്ട്, അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഫെയിലർ ഉണ്ട്. ഓക്കെ, ബിയറിംഗ് കപ്പാസിറ്റി ഫെയിലർ ഉണ്ട്, അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഫെയിലർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, അതായത് മെയിൻലി നമുക്ക് 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഫൗണ്ടേഷനിൽ വരുന്നത്. അതിലൊന്നാണ് ഷാളോ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷൻ. ഓക്കെ, അതിന് ഫസ്റ്റ് കേസ് എന്താണ് ഷാളോ ഫൗണ്ടേഷൻ? ഷാളോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ആയിരിക്കും. ഓക്കെ, ഡെപ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ആയിരിക്കും. ഇനി ഡീപ്പ് ഫൗണ്ടേഷൻ വരുന്ന കേസിൽ ഡെപ്ത് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ആയിരിക്കും. ഓക്കെ, ഡെപ്ത് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഡീപ്പ് ഫൗണ്ടേഷൻ്റെ കേസിൽ നമ്മൾ ഡെപ്ത് എടുക്കുന്നത് എങ്ങനെയാണ്? അതായത് ഒരു ഹാർഡ് സ്ട്രാറ്റ അവൈലബിൾ ആവുന്നത് വരെ ഉള്ള ഡെപ്താണ് നമ്മൾ എടുക്കുന്നത് ഡീപ്പ് ഫൗണ്ടേഷൻ്റെ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് ഷാളോ ഫൗണ്ടേഷൻ്റെ കേസിൽ അത് ഡെപ്തും അതുപോലെ തന്നെ വിഡ്ത്തും നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോയിൽ, ഇൻ കേസ് ഓഫ് ഷാളോ ഫൗണ്ടേഷൻ ബോത്ത് ഡെപ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഷാളോ ഫൗണ്ടേഷൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? DF/BF ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഡീപ്പ് ഫൗണ്ടേഷൻ്റെ കേസിൽ DF/BF ഗ്രേറ്റർ ദാൻ 1 എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഡെപ്ത് ബൈ വിഡ്ത്ത് റേഷ്യോ. ഇനി ടൈപ്സ് ഓഫ് ഷാളോ ഫൗണ്ടേഷൻ ഏതൊക്കെയാണ്? ഷാളോ ഫൗണ്ടേഷൻ്റെ ടൈപ്സ്, ഫസ്റ്റ് വൺ ആണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. അത് നമ്മൾ കോളം ഫൂട്ടിംഗ് എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് ഓർ സ്ട്രിപ്പ് ഓർ വോൾ ഫൂട്ടിംഗ്. നെക്സ്റ്റ് കമ്പൈൻഡ് ഫൂട്ടിങ്ങിൽ വരുന്നത് റെക്റ്റാങ്കുലറും അതുപോലെ തന്നെ ട്രപ്പീസോയിഡലും സെക്ഷൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് സ്ട്രാപ്പ് ഫൂട്ടിംഗ്, റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ, കാൻഡിലിവർ ഫൂട്ടിംഗ്, ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ്, ഗില്ലേജ് ഫൂട്ടിംഗ്, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്. ഓക്കെ, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ ആണ് സ്പ്രെഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. അതായത് സ്പ്രെഡ് ഫൂട്ടിങ്ങിൻ്റെ വേറെ പേരുകളാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കോളം ഫൂട്ടിംഗ്, പാഡ് ഫൂട്ടിംഗ്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്പ്രെഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസൊലേറ്റഡ് കോളംസിന് നമ്മൾ സെപ്പറേറ്റ് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇവിടെ പെർമിസിബിൾ സെറ്റിൽമെൻ്റ് ആയിട്ട് വരുന്നത് ക്ലേയിൽ 75 mm അതേപോലെ തന്നെ സാൻഡി സോയിലിൽ 50 mm ആണ്. ഓക്കെ, പെർമിസിബിൾ സെറ്റിൽമെൻറ്റ്സ് വരുന്നത് ക്ലേയിൽ 75 mm അതുപോലെ തന്നെ സാൻഡി സോയിലിൽ 50 mm. അതായത് ഐസൊലേറ്റഡ് കോളംസിന് കൊടുക്കുന്ന ഫൂട്ടിങ്സിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് നെയിംസ് എന്തൊക്കെയാണ്? സ്പ്രെഡ് ഫൂട്ടിംഗ്, കോളം ഫൂട്ടിംഗ്. ഓക്കെ,
നെക്സ്റ്റ് വണ്ണാണ് കണ്ടിന്യൂസ് ഫൂട്ടിങ്. അപ്പോൾ കണ്ടിന്യൂസ് ഫൂട്ടിങ് എന്താണ്? കണ്ടിന്യൂസ് ഫൂട്ടിങ് നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റോ ഓഫ് കോളംസ് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത്, ഓക്കെ, ഒന്നിലധികം കോളംസ് ഒരേ റോയിൽ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫൂട്ടിംഗ് ആണ് കണ്ടിന്യൂസ് ഫൂട്ടിങ്. അതായത് ഇക്കണോമിക്കൽ ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോളംസിൻ്റെ ബോട്ടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫൂട്ടിങ്ങിനെ നമ്മൾ കണ്ടിന്യൂസ് ഫൂട്ടിങ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് കമ്പൈൻഡ് ഫൂട്ടിങ്. ഓക്കെ, കമ്പൈൻഡ് ഫൂട്ടിങ് നമ്മൾ എവിടെയാണ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോളത്തിൻ്റെ ഫൂട്ടിങ് വേറെ കോളത്തിൻ്റെ ഫൂട്ടിങ്ങുമായിട്ട് ഓവർലാപ്പ് വരുന്ന കേസിൽ, ഓക്കെ, ഫൂട്ടിങ് ഓഫ് വൺ കോളം ഓവർലാപ്സ് ഫൂട്ടിങ് ഓഫ് അനദർ കോളം. അപ്പോൾ ഇങ്ങനത്തുള്ള കേസിലാണ് നമ്മൾ, ഓവർലാപ്പ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ടു ടൈപ്സാണ് ഉള്ളത്. റെക്റ്റാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങും അതുപോലെ തന്നെ ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിങ്ങും. പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. റെക്റ്റാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങും അതുപോലെ തന്നെ ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിങ്ങുമാണ് കമ്പൈൻഡ് ഫൂട്ടിങ്ങിൻ്റെ 2 വെറൈറ്റീസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങിൽ 2 കോളത്തിലും സെയിം ലോഡായിരിക്കും. അതായത് രണ്ട് കോളത്തിൽ നിന്ന് വരുന്ന ലോഡ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ട്രപ്പിസോഡൽ ഫൂട്ടിങ്ങിൻ്റെ കമ്പൈൻഡ് ഫൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ 2 കോളത്തിൽ നിന്ന് വരുന്ന ലോഡ് ഡിഫറെൻറ്റ് ലോഡായിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് ലോഡാണ് ഈ കോളംസ് ട്രാൻസ്ഫർ ചെയ്യുക ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് സ്ട്രാപ്പ് ഫൂട്ടിങ് അല്ലെങ്കിൽ ക്യാൻറ്റിലിവർ ഫൂട്ടിങ്. അപ്പോൾ ഈ ക്യാൻറ്റിലിവർ ഫൂട്ടിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഫൂട്ടിംഗ് ആണ്. നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വെർട്ടിക്കൽ കോളത്തിൻ്റെ ഡെപ്ത് കണ്ടീഷൻ കാരണം നമുക്ക് എക്സാക്ട്ലി അതിൻ്റെ ബോട്ടത്തിൽ നമുക്ക് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരുന്ന കേസസിലാണ് നമ്മൾ ക്യാൻറ്റിലിവർ ഫൂട്ടിംഗ് അല്ലെങ്കിൽ സ്ട്രാപ്പ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രാപ്പ് ബീം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഒരു സ്ട്രാപ്പ് ബീം പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫൂട്ടിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ സ്ട്രാപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ക്യാൻറ്റിലിവർ ഫൂട്ടിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് വണ്ണാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഓക്കെ, റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൂട്ടിംഗ്. അപ്പോൾ നമ്മൾ റാഫ്റ്റ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ കേസസിലാണ്. ഓക്കെ, മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിങ്സിൻ്റെ കേസസിലാണ് നമ്മൾ റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് സ്യൂട്ടബിളായിട്ട് വരുന്നത് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്സ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്സ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ റാഫ്റ്റ് ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത് ഏരിയ ഓഫ് ഫൂട്ടിംഗ് ഈസ് മോർ ദാൻ 50% ഓഫ് ദ പ്ലോട്ട് ഏരിയ വരുന്ന കേസസിലാണ്. ഓക്കെ, ഏരിയ ഓഫ് ഫൂട്ടിംഗ് ഈസ് മോർ ദാൻ 50% ഓഫ് ദ പ്ലോട്ട് ഏരിയ വരുന്ന കേസസിലാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുക. ഇനി പെർമിസിബിൾ സെറ്റിൽമെൻറ്റ് ഓഫ് റാഫ്റ്റ് ഫൂട്ടിംഗ് വരുന്നത് ക്ലേയ് സോയിലിൽ 100 mm അതുപോലെ തന്നെ സാൻഡി സോയിൽ 75 mm ആണ്. പെർമിസിബിൾ സെറ്റിൽമെൻറ്റ് വരുന്നത് ക്ലേയ് സോയിലിൽ 100 mm അതുപോലെ തന്നെ സാൻഡി സോയിൽ 75 mm ആണ്. ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ ഒരു ടൈപ്പാണ്. ഓക്കെ, ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ ഒരു ടൈപ്പാണ്. നെക്സ്റ്റ് ടൈപ്പാണ് ഡീപ്പ് ഫൗണ്ടേഷൻ അല്ലേ. ഡീപ്പ് ഫൗണ്ടേഷനിൽ എങ്ങനെയാണ് വരുന്നത്? ഡെപ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷനേക്കാളും കൂടുതലായിരിക്കും. DF ഗ്രേറ്റർ ദാൻ BF ആണ്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ഹാർഡ് സ്ട്രാറ്റയിലേക്കായിരിക്കും. ഓക്കെ, ഡെപ്തിലുള്ള ഹാർഡ് സ്ട്രാറ്റയിലേക്കായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുക. മെയിൻലി നമുക്കതിൽ വരുന്നത് ഡീപ്പ് ഫൗണ്ടേഷനിൽ വരുന്നത് ഏതൊക്കെയാണ്? പൈൽ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ പിയർ ഫൗണ്ടേഷൻ, വെൽ ഫൗണ്ടേഷൻ. ഓക്കെ, പൈൽ, പിയർ ആൻഡ് വെൽ. ഇനി എന്താണ് പൈൽ ഫൗണ്ടേഷൻ? മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡീപ്പ് ഫൗണ്ടേഷനാണ് പൈൽ ഫൗണ്ടേഷൻ. ക്ലേയ് സോയിൽസിലാണ് നമ്മൾ കൂടുതലായിട്ടും പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ഇക്കണോമിക്കലായിട്ട് വരുന്നൊരു ഫൗണ്ടേഷനാണ് പൈൽ ഫൗണ്ടേഷൻ. ഓക്കെ, എന്തൊക്കെയാണ് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡീപ്പ് ഫൗണ്ടേഷനാണ്
ക്ലേ സോയിലാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇക്കണോമിക്കലാണ്. ഇക്കണോമിക്കൽ ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷനാണ് പൈൽ ഫൗണ്ടേഷൻ. ഓക്കെ. നെക്സ്റ്റ് വൺ പൈലിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ബേസ്ഡ് ഓൺ ലോഡ് ട്രാൻസ്മിഷൻ. പൈൽസിൽ നമ്മൾ 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലോഡ് ബിയറിങ്ങും അതുപോലെ തന്നെ നോൺ ലോഡ് ബിയറിങ്ങും. ഓക്കെ. ലോഡ് ബിയറിങ്ങിൽ വരുന്നത്, അതായത് പൈൽ എന്ന് പറയുന്നത് ഒരു ഹാർഡ് സ്ട്രാറ്റയിലേക്ക് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ. പൈൽ ഒരു ഹാർഡ് സ്ട്രാറ്റയിലേക്ക് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി നോൺ ലോഡ് ബിയറിംഗ് പൈൽസ്. ഈ നോൺ ലോഡ് ബിയറിംഗ് പൈൽ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് മെമ്പറായിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ. സപ്പോർട്ടിംഗ് മെമ്പറായിട്ടാണ് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് നോൺ ലോഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ വോളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് നോൺ ലോഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ലോഡ് ബിയറിംഗ് പൈൽസിന് നമ്മൾ 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിലൊന്നാണ് എൻ ബിയറിംഗ് പൈലും ഫ്രിക്ഷൻ പൈലും. അപ്പോൾ എന്താണ് എൻ ബിയറിംഗ് പൈൽ എന്ന് പറയുന്നത്? പൈൽസ് എന്ന് പറയുന്നത് ത്രൂ ടിപ്സിലാണ് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ദ പൈൽസ് വിച്ച് ട്രാൻസ്മിറ്റ് ദ ലോഡ് ത്രൂ ടിപ്സ് ആണെങ്കിൽ നമ്മൾ ത്രൂ ദ ടിപ്സ് ഓൺലി, ഓക്കെ, ത്രൂ ദ ടിപ്സ് ഓൺലി ആണെങ്കിൽ നമ്മൾ പൈൽ ടിപ്പിലൂടെ മാത്രമാണ് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് എൻ ബിയറിംഗ് പൈൽ. നെക്സ്റ്റ് വൺ ഫ്രിക്ഷൻ പൈൽ. അതായത് ത്രൂ സ്കിൻ ഫ്രിക്ഷൻ ആൻഡ് പൈൽ ടിപ്പ്. ഓക്കെ. ഫ്രിക്ഷൻ പൈലിൽ വരുന്നത് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്കിൻ ഫ്രിക്ഷൻ വഴിയും അതുപോലെ തന്നെ പൈൽ ടിപ്പ് വഴിയുമാണ്. ഇനി സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുന്നത് 3 to 4 meters ആണ്. ഓക്കെ. 3 to 4 meters ആണ്. ഇനി നെക്സ്റ്റ് വൺ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്. അത് നമ്മൾ വരുന്ന ഏതൊക്കെയാണ്? കാസ്റ്റ് അയൺ, സിമെൻറ്റ് കോൺക്രീറ്റ്, സാൻഡ്, ടിമ്പർ, റോട്ട് അയൺ പൈൽ. ഓക്കെ. ഇതൊക്കെയാണ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ മെത്തേഡിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, നമ്മൾ ഈ സിമെൻറ്റ് കോൺക്രീറ്റ് പൈലിനെ 2 ടൈപ്സ് ആയിട്ട് പറയുന്നുണ്ട്. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ ബേസിസിൽ കാസ്റ്റ് ഇൻ സിറ്റിയും അതുപോലെ തന്നെ പ്രീ കാസ്റ്റും. ഓക്കെ. അപ്പോൾ ഈ കാസ്റ്റ് ഇൻ സിറ്റിയിൽ 2 ടൈപ്സ് ഉണ്ട്, കേസ്ഡ് പൈലും അൺകേസ്ഡ് പൈലും. ഓക്കെ. കേസ്ഡ് പൈലിൽ വരുന്നതാണ് റെയ്മണ്ട് പൈൽ, മാക്അർതർ പൈൽ, സീവേജ് പൈൽ ആൻഡ് മോണോട്യൂബ് പൈൽ. ഇനി അൺകേസ്ഡ് പൈൽസിൽ വരുന്നതാണ് സിംപ്ലെക്സ് പൈൽ, ഫാക്കി പൈൽ, വിബ്രിയോ പൈൽ, പെഡസ്റ്റൽ പൈൽ, അണ്ടർറീം പൈൽ ആൻഡ് പ്രഷർ പൈൽ. ഇനി സ്പെഷ്യൽ പൈൽസ് വരുന്നത് ബോട്ടം പൈൽ, ഷീറ്റ് പൈൽ, ഫെൻറ്റർ പൈൽ, കോമ്പാക്ഷൻ പൈൽ, ഇവയൊക്കെയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് പിയർ ഫൗണ്ടേഷൻ. പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കോട്ടൺ സോയിൽസിൻ്റെ കേസിലാണ്. ബ്ലാക്ക് കോട്ടൺ സോയിൽ. ഓക്കെ. പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ്. സാധാരണയായിട്ട് നമ്മൾ ക്ലേ സോയിൽസൊന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ. പൈൽ ഫൗണ്ടേഷൻ ഇക്കണോമിക്കലാണ്. അതുകൊണ്ട് തന്നെ ക്ലേ സോയിൽസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈൽ ഫൗണ്ടേഷനാണ്. പക്ഷേ പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ക്ലേ സോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബ്ലാക്ക് കോട്ടൺ സോയിലാണ് മോസ്റ്റ് സ്യൂട്ടബിളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലൈ ഓവേഴ്സിന് മോസ്റ്റ് സ്യൂട്ടബിളായിട്ടുള്ള ഫൗണ്ടേഷനാണ് പിയർ ഫൗണ്ടേഷൻ. അതായത് to support a heavy structure in a sandy soil. Okay. To support a heavy structure in sandy soil. അതുപോലെ തന്നെ ഓവർ ബ്രിഡ്ജസ്, ഫ്ലൈ ഓവേഴ്സ്, ഇതിലൊക്കെ വരുന്ന കേസസിലാണ് നമ്മൾ പിയർ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് വണ്ണാണ് വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബിലോ വാട്ടർ ലെവൽ ഫൗണ്ടേഷനാണ്. ബിലോ വാട്ടർ ലെവലാണ് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ് വെൽ ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ മോസ്റ്റ് സ്യൂട്ടബിൾ ഷേപ്പ് ഓഫ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പാണ്. മോസ്റ്റ് സ്യൂട്ടബിൾ ഷേപ്പ് ഓഫ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പാണ്. ഓക്കെ. ഫൗണ്ടേഷൻ ഫോർ ബ്രിഡ്ജസ് റണ്ണിങ് ഓവർ എ വാട്ടർ ബോഡി. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫൗണ്ടേഷൻ ഫോർ ബ്രിഡ്ജസ് വിച്ച് ഈസ് റണ്ണിങ് ഓവർ എ വാട്ടർ ബോഡി. അതുപോലെ തന്നെ താജ്മഹലിൻ്റെ ഫൗണ്ടേഷൻ വെൽ ഫൗണ്ടേഷനാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻ,
ഷാളോ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷൻ, ഇതിൽ വരുന്ന ഷാളോ ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻസ് അതുപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.